പിറവം പിറമാടം പള്ളിയിലെ സംഘർഷത്തിൽ ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾക്കെതിരെ കേസ്. വൈദികരടക്കം 22 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി ആണ് കേസെടുത്തിരിക്കുന്നത്. തടഞ്ഞുവെക്കൽ, അസഭ്യം പറയൽ, പരിക്കേൽപ്പിക്കൽ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. അതേസമയം ഓർത്തഡോക്സ് യാക്കോബായ സഭകളുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ഹൈക്കോടതി വ്യാഴാഴ്ച വിധി പറയും. ഡാനി പോൾ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ഡാനി, അങ്ങേറ്റം നാണക്കേടുണ്ടാക്കുന്നൊരു സംഭവമായിരുന്നു ഞായറാഴ്ച ഒരു കുർബാന മധ്യേ യാക്കോബായ ഓർത്തഡോക്സ് സഭ വിശ്വാസികൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു. അവിടെ വൈദികർക്ക് പോലും ആക്രമണം നേരിടുന്ന, അല്ലെങ്കിൽ വൈദികർ പോലും പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടി ഈ സംഭവത്തിൽ എന്താണ്? ടോം, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അത്ര കണ്ട ഒരു സജീവമല്ലായിരുന്നു ഈ ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു തർക്കം എന്ന് പറയുന്ന പള്ളിക്കകത്തെ തർക്കങ്ങൾ അത്ര കണ്ട കാര്യമായിട്ടില്ലായിരുന്നു. അതിന് പുറത്തുള്ള സങ്കീർണതകളെല്ലാം തന്നെ അതേപടി തുടരുകയും ചെയ്യുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രമാടം പള്ളിയിലാണ് ഈ സംഭവങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. ഇവിടെ പള്ളിക്ക് അകത്തേക്കാണ് പള്ളിക്കകത്താണ് ഈ തർക്കമെല്ലാം തന്നെ ഉണ്ടായത്, ബഹളങ്ങളെല്ലാം തന്നെ ഉണ്ടായതെന്നത് ശ്രദ്ധേയം തന്നെയാണ്. ഇതിൽ കോടതി ഉത്തരവ് അനുസരിച്ചുകൊണ്ടാണ് ഓർത്തഡോക്സ് പക്ഷത്തിന് ഈ പ്രമാടം പള്ളിയിലേക്ക് വരാനുള്ള അനുകൂല സാഹചര്യം ഒരുങ്ങുന്നത്. അതനുസരിച്ചുകൊണ്ട് അവർ അവിടേക്ക് വരികയും യാക്കോബായ പക്ഷത്തിൻ്റെ പക്കലിരിക്കുന്ന ഒരു പള്ളിയിൽ സ്വാഭാവികമായി അവിടെ എതിർപ്പ് ഉയരുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇവർ തമ്മിലുള്ളൊരു തർക്കവും ബഹളവും എല്ലാം തന്നെയായി. പിന്നീട് അതിപ്പോൾ പോലീസ് കേസിലേക്ക് എല്ലാം തന്നെ നീങ്ങുന്നു. 22 പേർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. അതിൽ യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ 2 പേരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 2 പക്ഷത്തെയും വൈദികർ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് കേസ് എടുത്തിട്ടുള്ളത്. ഓർത്തഡോക്സ് പക്ഷം കോടതി ഉത്തരവുമായി പള്ളിക്കകത്ത് കയറിയ ഓർത്തഡോക്സ് പക്ഷത്തെ തടഞ്ഞു എന്നതിനാണ് യാക്കോബായ വിഭാഗത്തിനെതിരെ കേസ് എടുത്തിരിക്കുന്നത്. ഓർത്തഡോക്സ് പക്ഷത്തിനെതിരെയാകട്ടെ അകത്ത് ബഹളം ഉണ്ടാക്കിയതിനടക്കമുള്ള കാര്യങ്ങൾ നടന്നതിനെ അനുസരിച്ചുകൊണ്ടാണ് ഓർത്തഡോക്സ് പക്ഷത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. പള്ളിയിൽ അതിക്രമിച്ച് കയറി എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. ഏതായാലും ഇതിൽ യാക്കോബായ സഭാവികാരി ഫാദർ ലാൽമോൻ മഠം അതോടൊപ്പം തന്നെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം വീണ്ടും ഉണ്ടാകുന്നത്. നമുക്കറിയാം ഈ കേസിൽ, അതായത് ഈ സഭാ തർക്കത്തിൽ ഹൈക്കോടതി വിധി വ്യാഴാഴ്ച വരികയാണ്. സ്വാഭാവികമായും അന്നൊരു വിധി പറഞ്ഞ ശേഷം, വിധി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാളും പഴയതിനേക്കാളും രൂക്ഷമാകാനുള്ള സാധ്യതയില്ലേ? പല പള്ളികളിലും ഇപ്പോഴും വിധി നടപ്പാക്കിയിട്ടില്ല. പ്രത്യേകിച്ച് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഒത്തുതീർപ്പ് ചർച്ചകളൊക്കെ നടക്കുന്നു. ആ രീതിയിലുള്ള ഒരു നീക്കങ്ങളും നടപടികളൊക്കെയായി മുന്നോട്ട് പോകുമ്പോഴാണ് വീണ്ടും ഈ സഭാ തർക്കം കോടതിയിലെത്തുന്നതും വീണ്ടും പരസ്പരം തമ്മിൽ തല്ലുന്ന രീതിയിലേക്ക് വിശ്വാസികൾ പോകുന്നതും. ടോം, ഇക്കാര്യത്തിൽ ഈ സുപ്രീം കോടതിയിലടക്കം ചില ഈ ഹർജികളെല്ലാം തന്നെ വന്നതാണ്. അതനുസരിച്ച് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു കോടതി ഉത്തരവിന് വേണ്ടി വ്യാഴാഴ്ച കാക്കുന്നത് നിലവിൽ നേരത്തെ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ഹൈക്കോടതിയിലേക്ക് റെഫർ ചെയ്ത 6 പള്ളികൾ എന്നത് പറഞ്ഞിരുന്നു. ആ ഒരു കേസിലല്ല ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന പള്ളികൾ എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ മംഗലം ഡാം, എരിക്കുംചിറ, ചെറുകുന്നം, എറണാകുളം ജില്ലയിലെ ആട്ടിൻകുരിശ് പള്ളി, അതോടൊപ്പം തന്നെ മുഖത്തല പള്ളി തുടങ്ങിയ 5 പള്ളികളിൽ പോലീസ് പ്രൊട്ടക്ഷൻ അനുവദിച്ച് സിംഗിൾ ബെഞ്ച് വിധി നൽകിയിരുന്നു. ഇത് ചോദ്യം ചെയ്തുകൊണ്ട് യാക്കോബായ വിഭാഗം കോടതിയെ സമീപിക്കുകയായിരുന്നു. അതിലാണിപ്പോൾ ഉത്തരവ് അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകുന്നത്. എന്നാൽ ഇതിലും സർക്കാർ പറഞ്ഞിരിക്കുന്നൊരു കാര്യം വളരെ വ്യക്തമാണ്. ഇതിൽ അനുനയത്തോടുകൂടി ഈ കാര്യങ്ങൾ പരിഹരിക്കാനുള്ളൊരു ശ്രമങ്ങൾ തുടരുകയാണ് എന്നത് സർക്കാർ പറഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രി തന്നെ ഇതിലൊരു മധ്യസ്ഥനാകാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നു. 2 സഭാ നേതാക്കളുമായി ചർച്ച നടത്താൻ തയ്യാറാണ് എന്നതെല്ലാം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അനുരഞ്ജനത്തിൻ്റെ പാതയിൽ ഇത് എത്ര ദൂരം എങ്ങനെ ഇത് അവസാനിപ്പിക്കാൻ കഴിയുമെന്നതിൻ്റെ ശ്രമങ്ങളാണ്, ഒരുപക്ഷെ ഒരു അവസാനവട്ട ശ്രമങ്ങൾ തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇന്ന് കോടതിയിൽ ബോധിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടി ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വ്യാഴാഴ്ചത്തേക്ക് ഉത്തരവ് പറയാനടക്കമുള്ള കാര്യങ്ങൾ മാറ്റിയിരിക്കുന്നത്. കാരണം അതിന് മുൻപായിട്ട് ഈ കാര്യങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ളൊരു തീർപ്പുകൾ ഉണ്ടാകുന്നെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോർമുലകൾ ഉണ്ടാകുന്നെങ്കിൽ അതിന് കൂടി പ്രാധാന്യം നൽകേണ്ടതുണ്ട്. നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ ഇത് ഒരു ബഹളങ്ങളിലേക്കോ ക്രമസമാധാന പ്രശ്നങ്ങളിലേക്കോ പോകാതെ നോക്കേണ്ടത് കൂടി സർക്കാരിൻ്റെ കൂടി ഉത്തരവാദിത്വമാണ്. കാരണം ഇതിൽ ഈ കോടതി ഉത്തരവിനെ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കൂടിയും പലപ്പോഴും ക്രമസമാധാന പ്രശ്നങ്ങളാണ് നേരത്തെയും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ സർക്കാർ ഇടപെടൽ കൊണ്ടൊക്കെയാണ് പലപ്പോഴും ഇതെല്ലാം തന്നെ ഒരു രമ്യതയിലേക്ക് അല്ലെങ്കിൽ
ക്രമസമാധാന പ്രശ്നങ്ങളില്ലാതെ കൊണ്ടുപോകാനടക്കം തന്നെ ഒരു ഇടവേളകൾ സൃഷ്ടിക്കാൻ സർക്കാർ ഇടപെടൽ സാധ്യമായിട്ടുണ്ട്. ആ പാതയിൽ തന്നെയാണ് പുതിയ സർക്കാരും. അതുകൊണ്ട് തന്നെയാണ് ഇതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുകയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ ബോധിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും അത് എന്തൊക്കെ എന്നത് ഈ വരും ദിവസങ്ങളിൽ അത് വളരെ പെട്ടെന്ന് ചർച്ചയിലേക്ക് കൊണ്ടുവരാനാണ് സർക്കാരിൻ്റെ ശ്രമം. അപ്പോൾ അതുകൂടി കോടതിക്ക് മുന്നിൽ എത്തിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഒരു ഫലം എന്താണ്, ഈ ചർച്ചയുടെ ഒരു ഫലം എന്താണ്? പിറമാടം പള്ളിയിലെ സംഘർഷത്തിലാണ് ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. വൈദികരടക്കം 22 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. അതിലൊരു ഈ കാര്യം വിശ്വാസികളും ഈ സഭാ നേതൃത്വമൊക്കെ ചിന്തിക്കണം. പരസ്പരം ക്ഷമിക്കാനും വിട്ടുവീഴ്ചകൾ ചെയ്യാനൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച ക്രിസ്തുവിൻ്റെ മാർഗം നിങ്ങൾ എത്രത്തോളം പിന്തുടരുന്നുണ്ട് എന്നത് സ്വയം പരിശോധിക്കേണ്ട കാര്യമാണ്. സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.